തീരുമാനമാണ്. ഈ മാസം ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. ഈ മാസം അല്ല, ഈ 2026 വർഷത്തിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അല്ലെ? എത്രയോ ആളുകളുണ്ട്, ഞാൻ പറയുന്നില്ല അപ്പൊ സർ എന്റെ ആ സർക്കിൾ തീർന്നു പോയി സർ, ആയിക്കോട്ടെ, നോ പ്രോബ്ലം, പരിചയമില്ലാത്തവർക്ക് കൊടുക്കൂ. 15 പേരോട് നിങ്ങൾ ബിസിനസ് സംസാരിക്കൂ. അവർക്ക് നിങ്ങൾക്ക് റിലേഷൻ ഉണ്ടാവണമെന്നില്ല, അവർ നിങ്ങൾ അറിയണമെന്നില്ല, നിങ്ങൾ അറിയാത്തവരായിരിക്കും. നിങ്ങൾ 15 പേര് സംസാരിക്കൂ. 2 പേരെ എൻറോൾ ചെയ്യിക്കും. 2 പേരെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യിക്കാൻ സാധിക്കണം. അപ്പോ എനിക്ക് അടുത്ത ഡിസിഷൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ബിസിനസ്സിൽ ഇൻഡസ്ട്രിയിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓരോ മാസവും 15 പേരോട് സംസാരിക്കാൻ തയ്യാറാവണം. ആ 15 പേര് സംസാരിച്ച് 2 പേരെ എൻറോൾ ചെയ്യിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. എന്റെ അടുത്ത ഒരു ഡിസിഷൻ ഞാൻ പറയുന്നത്, ഇന്നിപ്പോ ഒരാഴ്ച തുടങ്ങുകയാണ്. ഈ ആഴ്ച മുതൽ എല്ലാ ആഴ്ചയും, ഈ വർഷത്തിലെ എല്ലാ ആഴ്ചയും വരുമാനം മേടിക്കുമെന്ന് തീരുമാനം നിങ്ങൾ എടുക്കണം. എല്ലാ ആഴ്ചയും ഞാൻ ജീവിതത്തിൽ എടുത്ത തീരുമാനമാണ്. 1ാമത്തെ ആഴ്ച മുതൽ കഴിഞ്ഞ ക്ലോസിംഗ് വരെ എനിക്ക് എല്ലാ ആഴ്ചയിലും ഞാൻ വരുമാനം മേടിച്ചിട്ടുണ്ട്. മണിസാറും അങ്ങനെയാണെന്നാണ് സ്റ്റേജിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എവറി വീക്ക് എന്റെ ഇൻഡസ്ട്രി കരിയറിൽ 0 ഇൻകം വന്ന ആഴ്ച ഇല്ല. എന്റെ ഇൻഡസ്ട്രി കരിയറിൽ 0 ഇൻകം വന്ന ആഴ്ച ഇല്ല. 21 ആഴ്ച നിരന്തരമായിട്ട് വരുമാനം വാങ്ങാൻ സാധിക്കുകയാണെങ്കിൽ, 21 വീക്സ് നിങ്ങൾ നിരന്തരമായിട്ട് വരുമാനം മേടിക്കാൻ സാധിക്കും, നിങ്ങളെ വരുമാനം മുടങ്ങില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ 2026 അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുത്തുകൊണ്ടാണ്? 21 ആഴ്ച, അടുത്ത ഈ വർഷത്തിലെ ഒരാഴ്ചയും എന്റെ ഇൻകം 0 ആവില്ല. ഒരു തീരുമാനം, അത് 1000 രൂപയിൽ കുറയാത്ത ഒരു വരുമാനം ഞാൻ ഈ ബിസിനസ്സിലൂടെ മേടിക്കും എന്നൊരു തീരുമാനം. അത് 100 രൂപയിൽ ഒരാളെ സ്പോൺസർ ചെയ്തുകൊണ്ടോ 2 പ്രൊഡക്റ്റ് സെല് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് എൻഷുർ ചെയ്യാം. ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ചിലർ ചിന്തിക്കും, ഇങ്ങനെയൊക്കെയുള്ള തീരുമാനമൊക്കെ എടുക്കണോ? ആൾവേസ് പോസിറ്റീവ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഹാർഡാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കാരണം മോശം 10 പേരോട് പറയണമെന്ന് സാറ് പറയുന്നെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. എത്ര കുറ്റം വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞേനെ, അല്ലെ? പക്ഷെ പോസിറ്റീവ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൾട്ടാണ്. എല്ലാ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൾട്ടാണ്. ആഴ്ചയിൽ ഒരു പ്രോഡക്റ്റ് എങ്കിലും റീറ്റെയിൽ ചെയ്യുക പറഞ്ഞാൽ ഡിഫിക്കൾട്ടാണ്. 15 പ്ലാൻ ഇൻ എ മന്ത്, 15 പ്ലാൻ ഒരു മാസം സംസാരിക്കുക, 2 പേരെ സ്റ്റാർട്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണിയെടുക്കണം. എല്ലാ ആഴ്ചയും മുടങ്ങാതെ വരുമാനം വാങ്ങണം എന്ന് പറയുന്നത് പണിയെടുക്കേണ്ട അവസ്ഥയാണ്, പ്രഷറാണ്. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? വലിയ ലക്ഷ്യങ്ങൾ നേടാൻ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറക്കാതിരിക്കുക, നിങ്ങൾ ആരും ഇവിടെ വന്നിരിക്കുന്ന ആഴ്ചയിൽ 1000 രൂപ 2000 രൂപ മേടിക്കാനല്ല. നിങ്ങൾ എല്ലാവരും ഈ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്ന ആഴ്ചയിൽ 2.5 ലക്ഷം രൂപ വരുമാനം മേടിക്കാനാണ്. ആഴ്ചയിൽ 2.5 ലക്ഷം വരുമാനം മേടിക്കണമെങ്കിൽ ഇങ്ങനെ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കാനും അത് ഫോളോ ചെയ്യാനും നമ്മൾ തയ്യാറാവും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, അല്ലേ? നമ്മൾ ക്രിക്കറ്റ് കളിച്ചത് എവിടെയാ? പാടത്ത് ചെറിയൊരു ഗ്രൗണ്ട് സെറ്റപ്പ് ഉണ്ടാക്കാൻ മൺവെട്ടിയും, അതായത് കൈക്കോട്ടും, എന്താ പറയാ, മൺവെട്ടിയോ കൈക്കോട്ടോ, എറണാകുളം ഭാഗത്തൊക്കെ എന്താ പറയുന്നത്? സംഗതി മനസ്സിലായല്ലോ. മൺവെട്ടിയും കൈക്കോട്ടും പിക്കാസും ഇതൊക്കെ മതി, കുറച്ച് മണ്ണൊക്കെ മതി. പക്ഷെ അത് വെച്ചിട്ട് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു. സാർ എന്റെ ലക്ഷ്യം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടാക്കലാറുണ്ട്. കൈക്കോട്ട് കൊടുത്തിറങ്ങി കഴിഞ്ഞാൽ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടാവില്ല. കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടാക്കണമെങ്കിൽ ഈ മൺവെട്ടിയും വിക്കാസും അല്ലെങ്കിൽ എന്താ പറയാ, കുറച്ച് മണ്ണും മണലും കൊണ്ടൊന്നും നടക്കില്ല. അതുണ്ടാക്കണമെങ്കിൽ JCBയും ക്രെയിനും റോഡ് റോളറൊക്കെ ഇറക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുണ്ടോ? ലക്ഷ്യം വലുതാവുമ്പോ അതിനുവേണ്ടി എടുക്കേണ്ട തീരുമാനങ്ങളും അതിനുവേണ്ടി കൊടുക്കേണ്ട സാക്രിഫൈസുകളും അതിനെക്കൊണ്ട് കൊടുക്കേണ്ട വാല്യൂ വലുതാണ്. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം 2026 ട്രെയിനിങ് പോയിന്റ്. എന്റെ ലക്ഷ്യം വലുതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 500 രൂപ ന്യൂ ഇയറിന് കൊടുക്കാനില്ലാത്ത നിലയിൽ നിന്ന് 500 കോടിയിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ കൊടുത്ത വിലയും വലുതാണ്.